ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആക്ടിവിറ്റി 1, ഇവിടെ ടുഗെദർ എന്ന വാക്ക് കണ്ടോ? ആ വാക്കിൽ നിന്ന് നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാം? നമ്മൾ ആ വാക്കുണ്ടാക്കി ഈ സ്റ്റാറില്ലേ, ഈ സ്റ്റാറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 5 വാക്കുകൾ എഴുതിയാൽ നിങ്ങൾക്ക് 5 സ്റ്റാർ കിട്ടും. അറിയാവോ? നോക്കാം. ഇവിടെ ഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെന്തൊക്കെയാ വരിക? ദ, ഹെർ, ടു, ദർ, ഗെറ്റ്. ഓക്കെ, അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 2, മൈ കളർ മൈ പ്രൈഡ്. എൻ്റെ നിറം എൻ്റെ അഭിമാനം. ദ റെയിൻബോ പീപ്പിൾ ഇല്ലേ, അവർ അവരുടെ നിറത്തെക്കുറിച്ച് എന്തായിരിക്കും പറയുക എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബ്ലൂ എന്താ പറയുന്നത്? ഐ ആം ബ്ലൂ, ഐ ആം ദി കളർ ഓഫ് ദി സ്കൈ. ദ വേൾഡ് ലാർജസ്റ്റ് എനിമൽ ഹാസ് മൈ കളർ. ഞാൻ നീലയാണ്, ഞാൻ ആകാശത്തിൻ്റെ നിറമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗത്തിന് എൻ്റെ നിറമുണ്ട്. ഇവിടെ യെല്ലോ എന്താ പറയുന്നത്? ഐ ആം യെല്ലോ, ഐ ഷൈൻ ലൈക്ക് ദ സൺ. ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ. ഞാൻ മഞ്ഞയാണ്, സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. സൂര്യകാന്തിയുടെ നിറമാണ് എനിക്ക്. ഇനി ഇവിടെ ചുവപ്പും പച്ചയും കണ്ടോ? അവരെന്തായിരിക്കും പറയുക? എന്തായിരിക്കും പറയുക? നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യണേ, പറ്റാത്തത് മാത്രം നോക്കി എഴുതിയാൽ മതി. ഓക്കെ. റെഡ് എന്തായിരിക്കും പറയുക? ഐ ആം റെഡ്, ഐ ആം ദി കളർ ഓഫ് ലവ്. ആപ്പിൾസ് ആൻഡ് റോസസ് വെയർ മൈ കളർ പ്രൗഡ്ലി. ഞാൻ ചുവപ്പാണ്, ഞാൻ പ്രണയത്തിൻ്റെ നിറമാണ്. ആപ്പിളും റോസാപ്പൂവും അഭിമാനത്തോടെ എൻ്റെ നിറം ധരിക്കുന്നു. അല്ലേ? പച്ച എന്തായിരിക്കും പറയുക? ഐ ആം ഗ്രീൻ, ഐ ആം ദി കളർ ഓഫ് ദി നേച്ചർ. ട്രീസ്, ലീവ്സ് ആൻഡ് ഗ്രാസ് ആർ ഓൾ ഗ്രീൻ ലൈക്ക് മീ. ഞാൻ പച്ചയാണ്, ഞാൻ പ്രകൃതിയുടെ നിറമാണ്. മരങ്ങളും ഇലകളും പുല്ലും എല്ലാം എന്നെപ്പോലെ പച്ചയാണ്. അല്ലേ? നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 3, ഫീലിങ്സ് ഇൻ വേർഡ്സ്. വാക്കുകളിലെ വികാരങ്ങൾ. ഇവിടെ കണ്ടോ? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ആ വാവ് എന്നില്ലേ, അത് ഒരു അത്ഭുതത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചില്ലേ, വാവ് എന്നാൽ ഒരു അത്ഭുതമാണ്, ഒരു സർപ്രൈസാണ്. ഓക്കെ, ഇവിടെ താഴെ കുറച്ച് വാക്കുകൾ കണ്ടോ? അതിന് താഴെയായിട്ട് കുറച്ച് ഫോട്ടോകളും കാണാം. അല്ലേ? വാവ്, അലാസ്, ഓച്ച്, കൺഗ്രാജുലേഷൻസ്, ഹരെ, ഇങ്ങനെ വാക്കുകൾ കണ്ടോ? ഇതൊക്കെ ഓരോ വികാരങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് അതിലെ വാക്കുകൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയാലോ? ആദ്യത്തേത് എന്താ വരിക? വി ഹാവ് പ്ലേഡ് വെരി വെൽ, അലാസ് വി ലോസ് ദി ഗെയിം. ഞങ്ങൾ വളരെ നന്നായി കളിച്ചു, അയ്യോ ഞങ്ങൾ കളി തോറ്റു. ഹരെ, ഓർ ടീം ഹാസ് വിൻ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. നമ്മുടെ ടീം ഇത്തവണ ലോകകപ്പ് നേടി. വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച്. വാവ്, എന്തൊരു അടിപൊളി ക്യാച്ച്. ഊച്ച്, യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. അയ്യോ നീ എൻ്റെ കയ്യിൽ തട്ടി, എൻ്റെ കയ്യിൽ വേദന തോന്നുന്നു. കൺഗ്രാജുലേഷൻ ബോബി, യു ഹാവ് വിൻ ദ ഫസ്റ്റ് പ്രൈസ്. അഭിനന്ദനങ്ങൾ ബോബി, നീ 1ാം സമ്മാനം നേടി. ഓക്കെ, അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 4, ഈ പിക്ചർ നമ്മളെവിടെയാണ് കണ്ടത്? നമ്മുടെ കഥയിലുണ്ടായിരുന്നു അല്ലേ? കളർഫുൾ റിബൺസ് ഫാളിങ് ഫ്രോം ദി സ്കൈ. അല്ലേ? ഇതതുപോലെയുള്ള വേറൊരു പിക്ചറാണ്. ഇത് നോക്കി ഇതിൽ നിങ്ങൾക്ക് എന്താണ് കാണുന്നത് എന്ന് താഴെ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് കാണുന്നത്? നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ദിസ് ഈസ് എ ജോയ്ഫുൾ സീൻ ഓഫ് ചിൽഡ്രൻ പ്ലേയിങ് ഔട്ട്ഡോഴ്സ്. കളർഫുൾ റിബൺസ്, സ്വീറ്റ്സ്, ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ആർ ഫാളിങ് ഫ്രോം ദി സ്കൈ. കുട്ടികൾ പുറത്ത് കളിക്കുന്നതിൻ്റെ സന്തോഷകരമായ ഒരു കാഴ്ചയാണിത്. കളർഫുള്ളായ റിബണും സ്വീറ്റ്സും ടോയും ഗിഫ്റ്റുമെല്ലാം ആകാശത്ത് നിന്ന് താഴെ വീഴുന്നു.
The children are trying to catch them with great excitement. Some children are jumping happily while others are collecting items from the ground. കുട്ടികൾ വളരെ ആവേശത്തോടെ അവയെ പിടിക്കാൻ ശ്രമിക്കുന്നു. ചില കുട്ടികൾ ചാടി വീഴുന്നു, മറ്റുള്ളവർ നിലത്തു നിന്ന് സാധനങ്ങൾ എടുക്കുന്നു. One girl is holding a necklace and smiling. Another girl is picking up ribbon and some sweets. ഒരു പെൺകുട്ടി ഒരു മാല പിടിച്ച് പുഞ്ചിരിക്കുന്നു. മറ്റൊരു പെൺകുട്ടി റിബണും സ്വീറ്റ്സും എടുക്കുന്നു. A boy is catching a red ball and another boy is holding a toy. ഒരു ആൺകുട്ടി ഒരു ചുവന്ന പന്ത് പിടിക്കുന്നു, മറ്റൊരു ആൺകുട്ടി ഒരു കളിപ്പാട്ടം പിടിച്ചിരിക്കുന്നു. A monkey is sitting on the tree curiously watching the children play. ഒരു കുരങ്ങൻ മരത്തിൽ ഇരുന്ന് കുട്ടികൾ കളിക്കുന്നത് കൗതുകത്തോടെ കാണുന്നു. And the children look very happy. കുട്ടികൾ വളരെ സന്തോഷവതിയായി കാണപ്പെടുന്നു. Activity 5. Colorful ribbons began to fall from the sky. ഇവിടെ കളർഫുൾ എന്ന വാക്കില്ലേ, അത് റിബണുകളെ വിവരിക്കുന്നു അല്ലേ? കളർഫുൾ റിബൺസ് began to fall from the sky അല്ലേ? അവിടെ കളർഫുൾ എന്നെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിബണിനെയാണ് അല്ലേ? അതുപോലെ ഇവിടെ താഴെ കുറച്ച് വാക്കുകളുണ്ട്. ബ്രൈറ്റ്, സാൻഡി, ബിഗ്, ഷൈനി, വാം, ഇങ്ങനെ വാക്ക് കണ്ടോ? ഇതെടുത്ത് താഴെ കൊടുത്തിട്ടുള്ള വാക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയാലോ. One day, Neha and her brother Rohan went to a sandy beach. The sky was bright and the water sparkled under the warm sun. They made a big sand castle and collected shiny shells. From the shore, Neha said, "This is the most amazing day ever." ഇവിടെ താഴെ കണ്ടോ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന്? അത് നിങ്ങൾ തന്നെ എഴുതണേ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി ഇവിടെ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള വാക്കില്ലേ, അത് കണ്ടെത്തി താഴെ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തോ നോക്കാം. Here is a poem about ants. Read and enjoy. Ants, ഉറുമ്പുകൾ. Such a little thing we call the ant. നമ്മൾ ഉറുമ്പ് എന്ന് വിളിക്കുന്ന ചെറിയ വസ്തുവാണ്. It seems he has no word for can't. അതിന് കഴിയില്ല എന്ന് പറയുന്ന ഒരു വാക്കുമില്ല. ഉറുമ്പ് എല്ലാം ചെയ്യുന്നു, ഒന്നും കഴിയില്ല എന്ന് പറയുന്നില്ല. They will climb up, over, around and through. അവ മുകളിലേക്ക് കയറും, ചുറ്റിക്കറങ്ങും, അതിലൂടെ കടന്നു പോകും. It seems there is nothing ants can't do. ഉറുമ്പുകൾക്ക് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് തോന്നുന്നു. They never quit, they never stay. അവരൊരിക്കലും പിന്മാറില്ല, ഒരിക്കലും നിൽക്കില്ല. They always find another way. അവർക്ക് പോകേണ്ട സ്ഥലത്തെത്താൻ അവർ എപ്പോഴും മറ്റൊരു വഴി കണ്ടെത്തുന്നു. To get to where they need to go. അവർക്ക് എങ്ങോട്ടാണ് എത്തേണ്ടത്, അവിടെ അവർ എത്തുന്നു. I wonder how they seem to know. അവർക്കിതൊക്കെ എങ്ങനെ അറിയുന്നേ എന്ന് എനിക്ക് അത്ഭുതമുണ്ട്. This bug so small, this teeny speck. ഈ ചെറിയ പ്രാണി, ഈ ചെറിയ പൊട്ട്, can teach us all how to earn respect. നമ്മളെ എങ്ങനെ ബഹുമാനം നേടാം എന്ന് പഠിപ്പിക്കുന്നു. ഇത് ഉറുമ്പിനെ കുറിച്ചൊരു കവിതയാണ്. ഉറുമ്പൊരിക്കലും കഴിയില്ല എന്നൊരു വാക്ക് പറയൂല. അവരെങ്ങനെയെങ്കിലും അവർ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തും. അവരൊരിക്കലും കഴിയില്ല, എന്നെ കൊണ്ട് പറ്റൂല എന്ന് അവർ പറയൂല. അവർ കാണാൻ ചെറുതാണെങ്കിലും അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഈ കവിതയിലുള്ളത്. ഓക്കെ. Such a little thing we call the ant. It seems he has no word for can't. They will climb up, over, around and through. It seems there is nothing ants can't do. They never quit, they never stay. They always find another way. To get to where they need to go, I wonder how they seems to know. This bug so small, this teeny speck, can teach us all how to earn respect. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻസ് കണ്ടോ? ഇതതിൻ്റെ ആൻസറാണ്. The poet says,
that ants don't know the word can't. Why? കവി പറയുന്നത് ഉറുമ്പുകൾക്ക് കഴിയില്ല എന്ന വാക്ക് അറിയില്ല. എന്തുകൊണ്ടാ? അതിൻ്റെ ഉത്തരം എന്താ? ബിക്കോസ് ആൻഡ്സ് നെവർ ഗിവ് അപ്പ് ആൻഡ് ഓൾവേസ് ഫൈൻഡ് എ വേ ടു റീച്ച് ദെയർ ഗോൾ. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വാട്ട് വേസ് ഡു ആൻഡ്സ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ദോ ദേ ആർ സ്മോൾ? ഉറുമ്പ് കാണാൻ ചെറുതാണെങ്കിലും അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് കാണിക്കുന്നത്? ആൻഡ്സ് ക്ലൈംബ് അപ്പ്, ഓവർ, അറൗണ്ട് ആൻഡ് ത്രൂ. ദേ നെവർ ക്വിറ്റ് ആൻഡ് always find another way to reach where they need to go. മൂന്നാമത്തേത്, what lessons can you learn from the life of ants? ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാഠങ്ങളാണ് പഠിക്കാൻ കഴിഞ്ഞത്? We learn to work hard, never give up, and always try our best. Even though we may be small, we can still earn respect through determination and effort. ആക്ടിവിറ്റി 1, നമ്മൾ ആൻഡ്സ് എന്ന കവിത വായിച്ചില്ലേ? അതിൽ ആൻഡ് ആൻഡ് കാൻറ്റ് ആർ റീമിംഗ് വേർഡ്സ്. ആ കവിതയിൽ വേറെ കുറേ റീമിംഗ് വേർഡ്സ് ഉണ്ട്. അത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്, കാൻറ്റ്, സ്റ്റേ, വേ, ഗോ, നോ, സ്പെക്, റെസ്പെക്റ്റ്. ഓക്കെ, റീമിംഗ് വേർഡ്സ് എന്നാൽ എന്താണെന്നറിയില്ലേ? അതൊക്കെ പഠിക്കണേ. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 2, താഴെ കൊടുത്തിട്ടുള്ള കടങ്കഥ വായിക്കുക എന്നാണ്. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. രാത്രി ആകാശത്ത് ഞാൻ മിന്നി മറയുന്നു. ബ്രൈറ്റ് ആൻഡ് ഫാർ, പ്രകാശമുള്ളവനും ദൂരെയുള്ളവനുമാണ്. ഹൈ ഇൻ ദ സ്കൈ, ആകാശത്ത് ഉയർന്നവനാണ്. ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്, രാത്രികളിൽ പാറ്റേൺ സൃഷ്ടിക്കുന്നവനാണ് ഞാൻ. ആരാണ് ഞാൻ? ആരാണ്? അത് സ്റ്റാറാണ്. ഓക്കെ, നക്ഷത്രമാണ്. ഇവിടെ താഴെ 3 പിക്ചർ കണ്ടോ? ആരൊക്കെയാ? ആൻഡ്, ബട്ടർഫ്ലൈ ആൻഡ് ഹണി ബി. ഇവർക്ക് 3 പേർക്കും ഒരു കടങ്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് കണ്ടോ? സ്റ്റാറാണ്. ഓക്കെ, ഉറുമ്പിനെങ്ങനെയാ കടങ്കഥ ഉണ്ടാക്കുക? ഐ ക്രൗൾ ഓൺ ദി ഗ്രൗണ്ട് ഇൻ എ ലൈൻ സോ നീറ്റ്, വർക്കിംഗ് ഹാർഡ്, never stop. I carry food with my teeny feet. Who I am? Ant. I fly with wings so bright, colorful and light. From flower to flower I roam. In garden I find my home. Who I am? Butterfly. I buzz around all day. In my hive I stay. I make something sweet and yummy. A goldfish treat for your tummy. ആരാണ് ഞാൻ? ഹണി ബി. ഓക്കെ, ആക്ടിവിറ്റി 3, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും നോക്കി ഉറുമ്പുകൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കണ്ടെത്തുക. എന്നിട്ട് ഉറുമ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചിത്രം വരയ്ക്കുക. അവരെന്താണ് ചെയ്യുന്നത്? അവർ പരസ്പരം സഹായിക്കുന്നുണ്ടോ എന്ന് ഇവിടെ താഴെ സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടോ? ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഓക്കെ, ഇങ്ങനെയാ എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഉറുമ്പുകൾ എപ്പോഴും കൂട്ടമായി അല്ലേ നടക്കാറ്? ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? അവരെല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ? ഇവിടെ ഞാൻ എഴുതിയ വാക്ക് കണ്ടോ? ഐ സോ മെനി ആൻഡ്സ് വാക്കിംഗ് ഇൻ എ ലൈൻ നിയർ ദി കിച്ചൺ. അടുക്കളയ്ക്കടുത്ത് ഒരുപാട് ഉറുമ്പുകൾ വരി വരിയായി നടക്കുന്നത് ഞാൻ കണ്ടു. They were carrying small pieces of food to their home. അവർ അവരുടെ വീട്ടിലേക്ക് ചെറിയ കഷ്ണം ഭക്ഷണം കൊണ്ടുപോവുകയായിരുന്നു. The ants worked together and did not fight with each other. ഉറുമ്പുകൾ പരസ്പരം അടിയുണ്ടാക്കാതെ ഒരുമിച്ച് പ്രവർത്തിച്ചു. Some ants were cleaning the way while others were carrying food. ചില ഉറുമ്പുകൾ വഴി വൃത്തിയാക്കുകയായിരുന്നു, മറ്റ് ചിലത് ഭക്ഷണം കൊണ്ടുപോവുകയായിരുന്നു. They help each other and show us how to work as a team. അവർ പരസ്പരം സഹായിക്കുകയും ഒരു ടീമായി എങ്ങനെ പ്രവർത്തിക്കാം എന്ന് നമുക്ക് കാണിച്ചു തരുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന സ്റ്റോറിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.